അയാൾ മമ്മിയും കാണാൻ വന്നല്ലേ? എന്നിട്ട് നിനക്ക് അയാളെ എങ്ങനെ അറിയാം? എനിക്ക് നേരിട്ടറിയില്ല. പക്ഷെ അയാൾ ഇതുപോലെ മുരളിയങ്കിളിനെയും കാണാൻ ചെന്നിരുന്നു. എന്നിട്ട് അയാൾ മമ്മിയോട് എന്താ പറഞ്ഞത്? മുരളിയെ കണ്ട കാര്യം അയാൾ പറഞ്ഞു. നേരിട്ട് കണ്ടു പറഞ്ഞിട്ടും കേസിൽ നിന്ന് പിന്മാറാൻ മുരളി തയ്യാറാകാത്തതുകൊണ്ടാ എന്നെ വന്ന് കാണുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായിരുന്നു അയാളുടെ ഡിമാൻഡ്? അതേ ആവശ്യം തന്നെ. ഞാനും നീയും കൂടി മുരളിയെ നിർബന്ധിച്ച് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണമെന്ന്. ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്തു കളയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ? പറ മമ്മി, അയാൾ എന്താ പറഞ്ഞത്? അതൊരു വെറും ഭീഷണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ജോബിൻ. അയാൾ അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു. ജോബിൻ, ഈ കേസിന്റെ പേരിൽ അയാളുടെ മകൻ ശിക്ഷിക്കപ്പെട്ടാൽ മാളുവിന് ഭർത്താവിനെ ഇല്ലാതാകുമെന്ന്. എന്നെക്കൊണ്ട് നിന്റെ കുഴിമാടത്തിൽ. എന്താ മമ്മി ഇത്? അയാൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് മമ്മി ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? മമ്മി പേടിക്കണ്ട, അയാൾ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. മുരളിയങ്ങളുടെ അടുത്ത് തന്റെ നമ്പർ ചെലവാകാതെ വന്നപ്പോ അതിലും ഡോസ് കൂടിയൊരു ഐറ്റമായിട്ട് അയാൾ മമ്മിയുടെ അടുത്ത് വന്നത്. ഇങ്ങനൊരു ഭീഷണിയാവുമ്പോ ഉറപ്പായിട്ടും അത് കൊള്ളേണ്ട അടുത്ത് എന്നെ കൊള്ളുമെന്ന് ഫിലിപ്പോസ് അച്ചായനെ അറിയാം. ഇനി ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. വേണ്ട വേണ്ട, നീയായിട്ടൊന്നിനും പോകണ്ട ജോബിൻ. അയാളുടെ ആ സംസാരവും രീതിയൊക്കെ വെച്ച് നോക്കുമ്പോ അയാളത് വെറുതെ പറഞ്ഞതാവാൻ വഴിയില്ല. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും ജോബിൻ? മമ്മി വിഷമിക്കാതെ. അയാൾ ഇതുപോലെ തരികിട നമ്പറുമായിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനൊക്കെയുള്ള അവസരം ഉണ്ടാക്കരുത്. മമ്മിയെ തേടി വന്ന സ്ഥിതിക്ക് അയാൾ ഇനി ഉറപ്പായിട്ടും എന്നെ വന്ന് കാണാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പോയി നന്ദനെ മുരളി ഒന്ന് കണ്ടാലോ ജോബിൻ? ഇന്നലെ ഈ സംഭവത്തിന് ശേഷം എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. മമ്മി വിഷമിക്കാതെ. ഞാൻ അവരുമായിട്ട് ആലോചിച്ച് വേണ്ട രീതിയിൽ ഇത് ഡീൽ ചെയ്തോളാം കേട്ടോ. ഒന്നും സംഭവിക്കില്ല. അയാൾ വെറുതെ മമ്മി ഒന്ന് പേടിപ്പിച്ച് നോക്കിയെന്നേ ഉള്ളൂ. മമ്മി സമാധാനായിട്ടിരിക്കാം, ഞാൻ വിളിക്കാം. ആ പിന്നെ, ഞാനിവിടെ ഇല്ലാത്തപ്പോ മമ്മിക്ക് പരിചയമില്ലാത്ത ആരും ഒന്ന് വിളിച്ചാലും ഡോറ് തുറക്കണ്ട കേട്ടോ. ഞാൻ പോയിട്ട് വരാം. അപ്പൂനെ ഇതുവരെ കണ്ടില്ലല്ലോ അമ്പിയമ്മ. അപ്പോ ഇങ്ങ് വന്നോളും, താൻ ടെൻഷൻ ആവണ്ട. അതല്ല, ഇനി ഞാൻ കാണാൻ വന്ന കാര്യം എങ്ങാനും അറിഞ്ഞിട്ട് വരാതിരിക്കുകയാണോ? ശേഷേ, അതിന് ഗീത വന്ന കാര്യം ഞാൻ അപ്പൂനോട് പറഞ്ഞിട്ടില്ലല്ലോ. വൈകുന്നതേ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവും. ചിലപ്പോ നന്ദനോടോ മാളുവിനോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുകയാവും. ടാക്സി ആണല്ലോ, ഏതോ വിസിറ്റർ ഉണ്ട്. ഞാനിപ്പോ വരാം. VP വന്നിരുന്നോ? ഇതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, VP ഇതെപ്പോ വന്നു? ഞാൻ വന്നപ്പോ അപ്പു തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ പിന്നെ ടാക്സിയിലൊരു നഗരപ്രതിഷ്ഠ വാങ്ങാന്ന് വെച്ചു, അല്ലേ അപ്പു? ആ, ഇതേതായാലും നന്നായി. നീ ആള് കൊള്ളാലോ അപ്പു. ഇയാള് കൂടെയുള്ള കാര്യം ഞാൻ വിളിച്ചപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ഞങ്ങള് അമ്പികാമനൊരു സർപ്രൈസ് തരാന്ന് കരുതിയതാ, അല്ലേ അപ്പു? ആ, എങ്കിലേ ഞാനും രണ്ടാൾക്കും ഒരു സർപ്രൈസ് കരുതിയിട്ടുണ്ട് കേട്ടോ. ദേ, അപ്പുനൊരു VIP ഗസ്റ്റ് ഉണ്ട്. ആ, ഇനി ഗസ്റ്റിന് വരാം.
കണ്ണൊന്നും മെഴിക്കണ്ട. ഞാൻ തന്നെയാ ഗീത ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഓഹോ, താനിന്ന് അമ്പിമാവനെ കാണുമെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ? ശേ, ഞാനത് വിട്ടുപോയി. എങ്കിൽ നമുക്ക് ഒരുമിച്ച് വരായിരുന്നല്ലോ. VP എന്താ ടാക്സിയില്? അത് നമ്മുടെ കാറിന് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ. സർവീസിന് കൊടുത്തപ്പോ കിട്ടാൻ വൈകുന്നേരം ആവും പറഞ്ഞു. അപ്പൊ തോന്നിയൊരു ഐഡിയ, കാറ് ഹയർ ചെയ്ത് നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോ അപ്പു തനിച്ചു. എന്നാ പിന്നെ അമ്പിമാമൻ മടങ്ങി വരുന്നവരെ ഞങ്ങളൊന്ന് ചുറ്റിയടിക്കാന്ന് വെച്ചു. ആദ്യം അപ്പു വരാനൊന്നും മടിച്ചു, പക്ഷെ പിന്നീട് ഓക്കെ ആയി. അല്ലേ അപ്പു? ഓ, അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണെങ്കിലും എല്ലാവരും ഒന്ന് ഒത്തുകൂടിയല്ലോ. മതിയായി, സന്തോഷമായി. അല്ല, നീ എന്താ ഗീത ഒന്നും മിണ്ടാ നിൽക്കുന്നത്? അപ്പൂനെ കാണണം എന്നും പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. എന്നിട്ടിപ്പോ നിനക്കൊന്നും ചോദിക്കാനില്ലേ? ചെല്ല്. അപ്പോ സുഖമാണോ നിനക്ക്? അമ്മയ്ക്കോ? സുഖമായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയായിരുന്നു ആദ്യം എന്നോടും. അതൊന്നും താൻ കാര്യാക്കണ്ട. ചെല്ല്. തന്നോട് പേഴ്സണലായി സംസാരിക്കാനാവും റൂമിലേക്ക് പോയത്. ചെന്ന് സംസാരിക്കേ. ചെല്ല് ഗീത. VP പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾ മാത്രമായിട്ടും സംസാരിക്കേ. ഒരു മഞ്ഞുരുക്കം അതെപ്പോഴായാലും വേണ്ടതല്ലേ? അതെ അതെ, ചെല്ല്. അപ്പു, എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക്? ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? എല്ലാം നഷ്ടപ്പെടുത്തി എനിക്ക് വേണ്ടി ഒപ്പം നിന്നിട്ടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോകുന്നതിന്, ഇത്രയും നാളും കാണാൻ പോലും കൂട്ടാക്കാതെ അവഗണിച്ചതിന് എന്നോടല്ലേ അമ്മയ്ക്ക് ദേഷ്യം തോന്നണ്ടേ? VPയെ കാണാനോ ഒപ്പം ചുറ്റിയടിക്കാൻ പോയിട്ടും അമ്മയെക്കുറിച്ചൊരു വാക്ക് പോലും ചോദിക്കാതിരുന്നു. അതെ, ദേഷ്യം തോന്നേണ്ടത് എനിക്കല്ല, അമ്മയ്ക്ക് തന്നെയാ. അപ്പോ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ജീവിതത്തിൽ നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വ്യക്തി നിന്റെ അമ്മ തന്നെ ആയിരിക്കുമെന്ന്. അതൊരു ഭംഗിവാക്കല്ലെന്ന് നിനക്കും അറിയാം അല്ലേ അപ്പു? നിന്റെ സർജറി കഴിഞ്ഞെന്നും നീ അമ്പിമാമനൊപ്പം സേഫായിട്ട് ഒരിടത്തുണ്ടെന്ന് അറിഞ്ഞ ആ ദിവസം എനിക്ക് നിന്റെ അടുത്തേക്ക് വരാമായിരുന്നു. നിന്നെ കാണാൻ അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നതുമാണ്. പക്ഷെ എന്നിട്ട് ഞാനതിന് ശ്രമിക്കാതിരുന്നത് നിന്നെ അത്രയും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അപ്പു. പിന്നെ VP നിന്നെ പലപ്പോഴും കാണാമെന്ന കാര്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ പേടിച്ചാ ഞാൻ അമ്പിമാമനൊപ്പം നിന്നെ കാണാൻ വന്നത്. വന്നപ്പോൾ കണ്ട കാഴ്ച VP നീ ഒരുമിച്ച് ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്നതാണ്. അത് കണ്ടപ്പോ ഞാൻ പഴയ VPയെയും അപ്പുവിനെയും ഓർത്തുപോയി. നീയും മാളും കൂടി കോളേജിൽ നിന്ന് ഒളിച്ചോടി ഒരു ഹോട്ടൽ റൂം എടുത്ത ദിവസം VP വന്ന് നിങ്ങളെ തിരികെ വിളിച്ചുകൊണ്ട് വരുന്ന രംഗം. അന്ന് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലിൽ നിന്ന് രക്ഷപ്പെടുത്തി നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിന്നിരുന്നു VP. നാളുകൾക്ക് ശേഷം ആ പഴയ VPയെയും അപ്പുവിനെയും ഒന്നുകൂടെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് അമ്മയ്ക്ക്. അന്നത്തെ അപ്പുവിനെ VP അല്ല അമ്മ ഇന്ന് കണ്ടത്. പ്രകടനം കൊണ്ട് VP ചിലപ്പോൾ പഴയ VP തന്നെ ആയിരിക്കും. പക്ഷേ പഴയ അപ്പുവിൽ നിന്ന്
ഇന്നത്തെ ഈ അപ്പുവിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അന്ന് അപ്പു ലോകത്തിന് മുന്നിൽ ഒരു പെൺകുട്ടിയായിരുന്നു. ഇന്നത്തെ അപ്പു ഒരു പുരുഷനും. നീ എങ്ങനെ മാറിയാലും ഞങ്ങളുടെ കുഞ്ഞല്ലാതാവില്ലല്ലോ അപ്പു. ആ തിരിച്ചറിവായിരിക്കും VP വീണ്ടും നിന്റെ അടുത്ത് എത്തിച്ചത്. ആ തിരിച്ചറിവ് ആത്മാർത്ഥമായിട്ടാണോ എന്ന് എനിക്കറിയേണ്ടത്. അതിന് കൃത്യമായൊരു ഉത്തരം തരാൻ അമ്മയ്ക്ക് മാത്രമേ പറ്റൂ. സത്യം പറയാമേ, VP എന്നോട് പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. എന്റെ പേരിൽ ഒരു കാര്യത്തിലും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലേ? രണ്ടുപേരും പഴയതുപോലെ പരസ്പര സ്നേഹത്തോടെയാണോ കഴിയുന്നത്? പറ. എന്താ അമ്മയൊന്നും മിണ്ടാത്തെ? കുറച്ചു മുമ്പ് VP കാണിച്ചത് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളൊരു പ്രഹസനമായിരുന്നു. എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അങ്ങനെ തോന്നി. പറ അമ്മേ, ആരും എന്നെ വിശ്വസിക്കേണ്ടേ? അപ്പോ നീ കരുതുന്നത് പോലെ ഞാനും VP തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ VP ഇപ്പോ നീ ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടത് സത്യമാണ്. അതിനപ്പുറം ഞാൻ എന്ത് പറയാനാ അപ്പു? നീ അച്ഛനോട് എന്നെ ചോദിക്ക്, എന്നിട്ട് നിന്റെ യുക്തി പോലെ ചെയ്താൽ മതി. എന്റെ അഭിപ്രായം അതാ. എന്തായാലും ഗീതയെ അഭിമാമ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നന്നായി. ഞങ്ങളെക്കുറിച്ച് അപ്പൂന് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുമല്ലോ. അപ്പൂനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ VP. അപ്പൂനെ VP സ്വന്തം മനസ്സോടെ അംഗീകരിക്കുന്നതോടെ നിങ്ങൾ 3 പേരുടെയും ജീവിതം പഴയതുപോലെ സമാധാനമായി തീരും. ഗീതയും അപ്പുവും ആഗ്രഹിക്കുന്നതും അതാ. അതിനർത്ഥം ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്നാണോ? ഏയ് എന്നല്ലടോ. ശരിയാ, തന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ താൻ അപ്പുവിന്റെ ആ നിലപാടിനോട് യോജിക്കാതിരുന്നതിന് തനിക്ക് തന്റേതായ കാരണങ്ങളുണ്ട്. പക്ഷേ അതല്ലാതെ മറ്റ് യാതൊരു മാർഗവും ഇല്ല എങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നതല്ലാതെ മറ്റു വഴികളില്ല. അപ്പു ആണായി ജീവിച്ചാലും പെണ്ണായി ജീവിച്ചാലും നിങ്ങളുടെ കുഞ്ഞല്ലാതെ ആവുന്നില്ലല്ലോ. അതൊക്കെ സമാധാനിക്കാൻ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന വഴികളാണ് അമ്പിമാമ. പോട്ടെ, ഞാൻ ഇനി അതിനൊന്നും തർക്കിക്കുന്നില്ല. അമ്പിമാമ പറഞ്ഞതുപോലെ അപ്പു ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുഞ്ഞായി കൂടെ ഉണ്ടായിരിക്കണം എന്നൊരു മനസ്സ് ഇപ്പം എനിക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. തന്നെ കൊണ്ടത് സാധിക്കൂടോ. ഞങ്ങളെക്കാൾ ലോകപരിചയവും അറിവും തനിക്കുണ്ട്. എവിടെ? ഗീത ഇതുവരെ കണ്ടില്ലല്ലോ. ആ, സംസാരിച്ചു തുടങ്ങിയാ പിന്നെ അവർക്കുണ്ടോ സമയത്തെക്കുറിച്ചൊരു നോട്ടം? വരട്ടെ. അല്ല, തനിക്ക് പോയിട്ട് ധൃതിയൊന്നുമില്ലല്ലോ. ദേ, ആളെത്തിയല്ലോ. എന്തു പറഞ്ഞു അമ്മയോട്? എന്തു പറയാൻ? താൻ അപ്പൂനെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലേ? VP ക്ഷണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ആര് ക്ഷണിച്ചില്ലെങ്കിലും അപ്പൂനെ എപ്പോ വേണമെങ്കിലും അവിടേക്ക് വരികയും ചെയ്യാമല്ലോ. ആ, അത് തന്നെ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഗീത. ഇപ്പോ നിന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയില്ലേ അപ്പൂ? ദേ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അല്ലടോ? ഇനി നീയും കൂടി വന്ന ജീവിതം സ്വസ്ഥം, സമാധാനം, സന്തോഷം. ദേ, ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് നിന്നെ ക്ഷണിച്ചിരിക്കുന്നു. അതായിരുന്നല്ലോ നിന്റെ ഡിമാൻഡ്. വീട്ടിലേക്ക് വാ അപ്പൂ. നിന്നെ ഞങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എന്താ എന്താ നീ ഒന്നും പറയാത്തത്? ഞാൻ അറിയിക്കാം. ശരി, ടേക്ക് യുവർ ഓൺ ടൈം. ഞങ്ങൾ കാത്തിരിക്കാം, അല്ലടോ? എന്നാ പിന്നെ നമുക്ക് ഇറങ്ങുക. പോട്ടെ അപ്പോ. അമ്മിമമ്മ, രണ്ടാളും സന്തോഷമായിട്ട് പോയിട്ട് വാ. ശരി അപ്പോ, വാ.
ചെല്ല്. ഇപ്പൊ എങ്ങനുണ്ട്? നീ വിചാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ വരുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പന്ത് നിന്റെ കോർട്ടിലാണെന്ന്. നല്ല ദാഹം. ഒരിളനീര് കഴിച്ചാലോ? എനിക്ക് വേണ്ട, VIP പോയി കഴിച്ചിട്ട് വന്നോളൂ. അത് പറ്റില്ല. താൻ വന്നേ. ഒരു കമ്പനി നാടോ? തനിക്ക് വേണോ? വേണ്ട സർ. താനെന്തിനാ ഇന്ന് അപ്പൂനെ കാണാൻ വന്നത്? എനിക്ക് അപ്പൂനെ ഒന്ന് കാണണമെന്ന് തോന്നി, വന്നു. അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പരസ്പരം പ്ലാൻ ചെയ്തല്ലെങ്കിലും ഒരു കണക്കിന് നമ്മൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയത് കാര്യമായി. നമ്മൾ തമ്മിൽ ഇപ്പോഴും പ്രശ്നമൊന്നുമില്ലെന്ന് അപ്പൂന് കൺവിൻസിങ് ആയെന്ന് തോന്നുന്നു, അല്ലേ? എന്താ താനൊന്നും മിണ്ടാത്ത? അപ്പൂനത് കൺവിൻസിങ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പോയത് VIP പോയത് ഞാനും അറിഞ്ഞില്ലല്ലോ. ഒരു ഒത്തൊരുമ കാണുമ്പോഴേ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ അപ്പൂനുണ്ട്. താനിങ്ങനെ എടുത്തു ചാടിയൊരു വിസിറ്റ് നടത്തുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്നും കൂടി അപ്പൂനെ കൺവിൻസ് ചെയ്തിട്ട് തന്നെയും കൂട്ടിക്കൊണ്ട് വരണം തന്നെയായിരുന്നു ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത്. VIP അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന കാര്യം ഗണിച്ചെടുക്കാനുള്ള സിദ്ധിയൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഒരുമിച്ച് പോകലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ VIP അത്ര ടാലന്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ സ്പോട്ടിൽ അഭിനയിക്കാനും കൂടെ നിൽക്കുന്ന ആൾക്കൊപ്പം ഇംപ്രവൈസ് ചെയ്യാനുള്ള ശേഷിയൊന്നും ഇല്ലാതെ പോയത്. തൻ്റെ ഈ പരിഹാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാനത് കാര്യമാക്കുന്നില്ല ഗീത. എൻ്റെ പ്രൈം കൺസേൺ അപ്പുവിനെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എൻ്റെ പ്രൈം കൺസേൺ അപ്പു എവിടെയായിരുന്നാലും അപ്പുവിന് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ മതി എന്നുള്ളതാ. അപ്പോ അവളെ എവിടെയെങ്കിലും അങ്ങ് ജീവിച്ചാൽ മതി എന്നാണോ? സ്വന്തം വീട്ടില് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അതുള്ളിടത്ത് ജീവിച്ച് സ്വന്തം വീട് പോലെ കരുതിയാ പോരെ? നോ ഗീത, താൻ വെറുതെ ഒരു ആർഗ്യുമെന്റിന് ശ്രമിക്കുകയാണ്. അപ്പോ ഇപ്പൊ വീട്ടിലേക്ക് മടങ്ങി വരുന്നതിന് ഇഷ്ടപ്പെടാത്തതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട്. മറ്റെന്ത് കാരണം? അതെന്താ VIP അങ്ങനെ പറഞ്ഞത്? അല്ല, തൻ്റെ ഈ താല്പര്യക്കുറവ് കാണുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അപ്പു വീട്ടിലേക്ക് മടങ്ങി വരുന്നതിൽ എനിക്കൊരു താല്പര്യക്കുറവുമില്ല. ഒരുപക്ഷെ അതിൽ VPയേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെ താല്പര്യമുള്ള ഒരാൾ അപ്പുവിന് മുന്നിൽ ഇങ്ങനെ ആയിരുന്നില്ല റിയാക്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലൊന്നും മുഖത്ത് മറ്റൊന്നുമായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ എനിക്കറിയില്ലെന്ന്. ശ്രമിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അപ്പുവിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ ദയനീയ പരാജയമായിരുന്നു ഫലം. അതുകൊണ്ട് ഒരു തീരുമാനം ഞാൻ എടുത്തു. അറിയാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആ പരിപാടിക്ക് ഞാൻ ഇല്ലെന്നുള്ളത്. അതിന് അഭിനയിക്കണമെന്നല്ലല്ലോ ഞാൻ തന്നോട് പറഞ്ഞത്. ഓ, എന്നുവെച്ചാൽ ജീവിക്കണമെന്ന്. ശരി, ആവാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ VIP ഒഴിഞ്ഞുമാറി നടക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടണം. എന്തുദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ അപ്പുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? സ്വന്തം കുഞ്ഞിനോടും ഭാര്യയോടൊത്ത് ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട്. ശരി, സമ്മതിക്കുന്നു. പക്ഷെ ഒരു സംശയം, സന്തോഷം നിങ്ങൾക്ക് മാത്രം മതിയോ അതോ കൂടെ ജീവിക്കുന്നവർക്കും ആവാമോ? എന്താ സംശയം? കൂടെ ജീവിക്കുന്നവർക്കും അവരുടേതായ സന്തോഷവും സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. അത് അപ്പുവിന് മാത്രമല്ല, തനിക്കും. താൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള തൻ്റെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം.
പുറമേ ഉള്ളവർക്ക് അതൊരു വീടാണെന്ന് മാത്രം തോന്നിയാൽ മതി. എന്താ വിശദീകരണം പോരെ? എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള യാത്ര തുടരാം.